കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്നത് 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വരെ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പൗലോസ് കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ പൗലോസിൻ്റെ ജീവിത തലങ്ങളിൽ നിന്നുകൊണ്ട് പൗലോസ് വിശ്വാസത്തെ അബ്രഹാം എങ്ങനെ തൻ്റെ തലമുറയിൽ സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേൾപ്പാനായിട്ട് കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചനങ്ങൾ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. എനിക്ക് വളരെ സന്തോഷം പകരുന്ന ചില വാക്യങ്ങളാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ. വളരെ 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 നമുക്ക് ആവേശം കൊള്ളിപ്പിക്കുന്ന പൗലോസിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നീതീകരണത്തിൻ്റെ ഫലം എന്ന നിലയിലാണ് ഇവിടെ ഈ അധ്യായം നമുക്ക് താഴോട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ എന്നെ വളരെ സ്പർശിച്ച ഒരു പദം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വാക്ക് മാത്രം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, 4-ാമത്തെ വാക്യം, 5-ൻ്റെ 4-ാമത്തെ വാക്യം. നമ്മൾ 1 മുതൽ ചിന്തിക്കുന്നുണ്ട്, എന്നാൽ 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, നമ്മുടെ കഷ്ടതയുടെ നടുവിലും നാം എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ സന്തോഷിക്കും, ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായി തീരുന്നു. കഷ്ടങ്ങളിൽ ഒരിക്കലും മനുഷ്യർക്ക് പ്രശംസിക്കാനായിട്ട് കഴിയുമോ? അതൊരു വളരെയധികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോകപ്രകാരം ഒരു വ്യക്തിക്കും കഷ്ടത വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയത്തില്ല. അതാണ് ഒരു കോമൺ നേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കഷ്ടത വന്നാൽ, കഷ്ടത വന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണെന്ന്, അല്ലെങ്കിൽ എനിക്ക് നല്ല അതിലൊരു പ്രശംസയുണ്ടെന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും പറയാനായിട്ട് കഴിയുകയില്ല. ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്കും അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. എന്നാൽ ഇവിടെ പൗലോസിൻ്റെ വാക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയുടെ തലത്തിൽ നിന്ന് പറയുകയാണ്, അല്ല, ഒരു വിശ്വാസിക്ക് കഷ്ടതയിലും സന്തോഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ ചോദിക്കും, അതെങ്ങനെയാണ് കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയുന്നത്? നമുക്ക് ഭാരവും പ്രയാസവും നിൽക്കുന്ന സമയത്ത് നമുക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഹൗ ക്യാൻ വി ബി റിജോയ്സിങ്? ക്യാൻ എ ബിലീവർ ക്യാൻ റിജോയ്സ് in the midst of trials, in the midst of tribulations, in the midst of problems? ഇത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ പൗലോസ് പറയുന്നത്, യെസ്, വി ക്യാൻ, എ ട്രൂ ബിലീവർ ക്യാൻ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓർ ക്യാൻ മേക്ക് ഹിംസെൽഫ് റിജോയ്സ്. സോ ഇന്നത്തെ നമ്മുടെ ചിന്ത പ്രധാനമായി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്. വൈ ട്രൂ ബിലീവേഴ്സ് ക്യാൻ റിജോയ്സ്? ഒരു നല്ല അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസി എങ്ങനെ ആ വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയും? അല്ലെങ്കിൽ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു? വൈ എ ട്രൂ ബിലീവേഴ്സ് ക്യാൻ റിജോയ്സ് ഡെസ്പൈറ്റ് ഓഫ് ട്രയൽസ്, ഡെസ്പൈറ്റ് ഓഫ് ട്രിബുലേഷൻസ് ആൻഡ് വേരിയസ് പ്രോബ്ലംസ്. സോ വൈ ട്രൂ ബിലീവേഴ്സ് ക്യാൻ റിജോയ്സ്? ഈ ഒരു ചോദ്യത്തിൻ്റെ അന്വേഷണം എന്ന നിലയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ, അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയും. അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ലഘുവായിട്ടൊന്ന് വിവരിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ 1-ാമത്തെ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയേണ്ടതിൻ്റെ 1-ാമത്തെ ചിന്ത, അല്ലെ 1-ാമത്തെ കാര്യം, വി ക്യാൻ റിജോയ്സ് ഓൺ അവർ പൊസിഷൻ ആസ് ബിലീവേഴ്സ്. നമ്മൾ വിശ്വാസികൾ എന്ന നമ്മുടെ ആ അവസ്ഥയെ കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. വി ക്യാൻ റിജോയ്സ് ഇൻ ലോർഡ് ബിക്കോസ് ഓഫ് അവർ പൊസിഷൻ ആസ് ബിലീവേഴ്സ്. ഇത് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ര വലിയ ഒരു ആവേശമൊന്നും നമുക്ക് തോന്നി കാണത്തില്ല. എന്നാൽ ആ വാക്യം ഒന്ന് അടുത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, വി ക്യാൻ declare or we can see our position, what
പൊസിഷൻസ് വി ഹാവ് ബീൻ റിസീവ്ഡ്. ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അവർ പൊസിഷൻ ഡിക്ലെയർഡ് ആസ് ജസ്റ്റിഫൈഡ്. നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത് നീതീകരിക്കപ്പെട്ട അവസ്ഥയാണ്. നീതീകരിക്കപ്പെട്ട അവസ്ഥയാണ്. ഈ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ പല പ്രാവശ്യം ഞാനിത് നിങ്ങളോട് സംസാരിച്ചൊരു വിഷയമാണ്. ഈ നീതീകരണം ദൈവവചന പ്രകാരവും അല്ലെങ്കിൽ തിരുവചനത്തിൽ നാം പഠിച്ചു നോക്കിയാൽ ഇത് നമ്മുടെ എന്തോ ക്രെഡിറ്റ് കൊണ്ട് ലഭിച്ച ഒന്നല്ല ഈ നീതീകരണം. അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു ബാക്ക് ഡോറിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഏകദേശം എളുപ്പ വഴിയിലൂടെ പ്രാപിച്ചെടുത്ത ഒന്നല്ല ഈ നീതീകരണം. ജസ്റ്റിഫിക്കേഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ് വി ഗോട്ട് എ കൈൻഡ് ഓഫ് എ പൊസിഷൻ ഇൻ എ ഈസി മാനർ. അല്ല, ഇതൊരിക്കലും നമുക്ക് പെട്ടെന്ന് ലഭിച്ചതല്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിച്ച ഒന്നാണ് നീതീകരണം. പ്രത്യേകിച്ച് നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാപത്തിൽ ആയിരുന്ന പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് പാപമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ ഡിക്ലെയർ ചെയ്തതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അതായത് നാം പാപിയായിരുന്നപ്പോൾ പാപം നമ്മളിലിരിക്കെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകിയിട്ട് നമ്മളിൽ പാപമില്ല, നമ്മൾ വീണ്ടെടുപ്പ് പ്രാപിച്ചു, നമ്മൾ പാപത്തിൽ നിന്ന് മുക്തമായെന്ന് നമ്മെക്കുറിച്ച് വിളംബരം ചെയ്യപ്പെടുന്ന ആ സാഹചര്യം, ആ അവസ്ഥ, അതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. സോ ജസ്റ്റിഫിക്കേഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ് God is not aware about our sin. നമ്മുടെ പാപത്തെക്കുറിച്ച് ദൈവത്തിന് അറിവില്ലാതെ ദൈവം എങ്ങനോ അബദ്ധത്തിൽ നമുക്ക് തന്ന ഒരു പദവിയല്ല നീതീകരണം. ഡെഫിനറ്റ്ലി God has known what kind of sinners we were. നമ്മൾ എങ്ങനത്തെ പാപികളായിരുന്നു, ഏത് തരത്തിലുള്ള പാപികളായിരുന്നു ദൈവം നമ്മെക്കുറിച്ച് അറിയേ തന്നെ ദൈവം ആ പാപത്തെ മറിച്ച് പാപത്തെ ഇല്ലാതെയാക്കി നമുക്ക് തന്ന ഒരു പുതിയ പദവിയാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പാപത്തിൻ്റെ ഗ്രേഡ് നോക്കിയില്ല, പാപത്തിൻ്റെ ഘനം നോക്കിയില്ല, കുറഞ്ഞ പാപമെന്നോ കൂടിയ പാപമെന്നോ വലിയ പാപമെന്നോ കൊടിയ പാപമോ ഒന്നും നോക്കാതെ സകല പാപങ്ങളെയും ദൈവം നമ്മളോട് ക്ഷമിച്ച് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ തകർത്ത് തൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് തന്നതോടുകൂടി നമ്മുടെ സകല പാപങ്ങളും എന്ത് ചെയ്തു? അവൻ മോചിപ്പിച്ചു. അത് വലിയ കൊലപാതകം ചെയ്ത ഉൾപ്പെടെയുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ വലിയ വലിയ ഘോരമായ പാപങ്ങൾ ഉൾപ്പെടെ ദൈവത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായി ഫലമായി നമ്മെ നീതീകരിച്ചു, നമ്മെ അതിൽ നിന്ന് മുക്തരാക്കി എന്നതാണ് നീതീകരണത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ശിക്ഷ നൽകുന്നത് അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് പറയുന്നത് അവനെ തൂക്കിക്കൊല്ലുക, ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ്. കാരണം അവന് മരണവിധി നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന ഒരു വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മരണവിധി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തൂക്കുകയറ് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അത് അത്രമാത്രം ഗൗരവമുള്ള, അത്രമാത്രം കഠിനമായ ഒരു കുറ്റകൃത്യത്തിനാണ് അങ്ങനെ ഒരു ശിക്ഷ നൽകുന്നത്. എന്നാൽ ദൈവവചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്ത ഈ സകല പാപങ്ങൾക്കും, അത് ചെറുതോ വലുതോ എന്ന് വ്യത്യാസമില്ലാതെ സകലർക്കും ദൈവം നീതീകരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ കുറ്റവിമുക്തനാകാൻ, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകി. അതിന് നമ്മുടെ പ്രാപ്തിയോ അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടല്ല, നാം കർത്താവിൽ വിശ്വസിച്ചത് മൂലമായി നമ്മൾ രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. അത് ഓർക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം കണ്ടാൽ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ ഓർത്താൽ, മറുഭാഗത്ത് എനിക്ക് ലഭിച്ച രക്ഷയെ ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കഷ്ടതയൊന്നും ഒരു പ്രശ്നമേ അല്ല, കഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. അതിൽ ഞാൻ പ്രശംസിക്കുന്നു. കാരണം എനിക്ക് ഒരിക്കലും സാധ്യമാകാതിരുന്ന അല്ലെങ്കിൽ എനിക്കൊരിക്കലും പ്രാപിക്കാൻ കഴിയാതിരുന്ന ഈ നീതീകരണം എനിക്ക് ലഭിച്ചു. ഞാൻ മുമ്പ് ഒരിക്കലും ഓർപ്പിച്ചിട്ടുള്ളതാണെന്ന് എൻ്റെ ചിന്ത. ഈ ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാൾ
തൻ്റെ അന്ത്യന്യായവിധി കേൾക്കാനായിട്ട് കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരിക. അതായത് ഏറ്റവും കഠിനമായ ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ സകല വിസ്താരങ്ങളും കഴിഞ്ഞ് അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞ് സകല മനുഷ്യരും ഐക്യകണ്ഠേന ഉറപ്പിച്ചിരിക്കുകയാണ്, ഇന്ന വ്യക്തിക്ക് വലിയ ശിക്ഷ ലഭിക്കും. നമുക്ക് തന്നെ അറിയാം, അടുത്തിടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായ പല കുറ്റകൃത്യങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട കോടതി നൽകിയ ശിക്ഷാവിധികളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, കുറ്റകൃത്യം വളരെ പരോക്ഷമായി തന്നെ വെളിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. നമ്മൾ വളരെ 100% ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഇന്ന വ്യക്തിക്ക് കഠിനമായ ഒരു ശിക്ഷ ലഭിക്കും. അത് എല്ലാ നിയമവിദഗ്ധരും നിയമജ്ഞരും എല്ലാം ഒരുപോലെ ഉറപ്പിക്കുന്ന ഒരു വിഷയമാണെന്ന് കരുതുക. ഈ വ്യക്തിക്ക് അദ്ദേഹം ചെയ്ത ക്രൂരമായ കുറ്റത്തിന് ഏറ്റവും അർഹമായ ഒരു ശിക്ഷ തനിക്ക് ലഭിക്കും. അങ്ങനെ ഈ അന്ത്യന്യായവിസ്താരത്തിൻ്റെ ദിവസം തൻ്റെ ന്യായവിധി കേൾക്കാൻ, തൻ്റെ ശിക്ഷ കേൾക്കാനായിട്ട് ഈ വ്യക്തി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, ഈ ജഡ്ജി തൻ്റെ അന്ത്യന്യായവിധി വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ന്യായവിധി പ്രസ്താവിക്കുകയാണെന്ന് ചിന്തിക്കുക. അതായത് ഈ അന്ത്യന്യായവിധി പ്രസ്താവിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവരും വളരെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്, ഈ വ്യക്തിക്ക് എന്തായാലും കഠിനമായ ഒരു ശിക്ഷ ലഭിക്കും. കാരണം അദ്ദേഹം ചെയ്ത കുറ്റം വളരെ തെളിവായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് എല്ലാവരുടെ മുന്നിൽ പരോക്ഷമായി വെളിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇനിയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇനിയും എത്ര കഠിനമായ ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിനുവേണ്ടി കാതോർപ്പിച്ചിരിക്കുന്ന പത്രമാധ്യമങ്ങൾക്കും ജനക്കൂട്ടത്തിനും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് ഈ ജഡ്ജി വിളിച്ചു പറയുകയാണ്, വായിക്കുകയാണ്, ഇന്ന വ്യക്തിയെ, ഇന്ന കുറ്റം ചെയ്ത ഈ വ്യക്തി അല്ലെങ്കിൽ ഇന്ന കുറ്റം ചെയ്ത് ആരോപിക്കപ്പെട്ട ഈ വ്യക്തിയെ നിരുപാധികം ഈ കോടതി വെറുതെ വിടാനായിട്ട് ഉത്തരവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അക്ഷരാർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും ആശ്ചര്യപ്പെടും. Everyone will be perplexed because everyone knew that this person could get a kind of a punishment, a judgment according to the crime that he has made. So it was very, very, very known to everyone that this would happen to this person. But by surprisingly, if the judge declares that I would declare that this person is an innocent and I declare that this person should be released freely and he can go freely. ആ പറയുന്നതിനെയാണ് വാസ്തവത്തിൽ നാം ഈ പറയുന്ന നീതീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒന്ന് തട്ടിച്ച് നോക്കിയാൽ നമുക്കൊരു എസ്കേപ്പ് ഇറ്റ് വാസ് റിയലി ഇംപോസിബിൾ. നമുക്ക് പാപത്തിൻ്റെ പരിണതഫലമായ ന്യായവിധി ലഭിക്കാൻ ഇറ്റ് വാസ് ക്ലിയർലി ഡിറ്റർമിൻഡ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് സങ്കീർത്തനത്തിൽ വായിക്കും. ദാറ്റ് മീൻസ് മൈ മദർ ഹാസ് ബീൻ കൺസീവ്ഡ് മീ ഇൻ സിൻ. സോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ that particular child has been born in a sinful nature. നമ്മളെല്ലാവരും പാപികളാണ്. സോ there is no 0.1 ചാൻസ് പോലും ഇല്ല നമ്മൾ രക്ഷപ്പെടാൻ, നീതീകരിക്കപ്പെടാൻ. But when God declared that we are justified, ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് ദൈവം സ്വർഗം സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ അതിന് പറയുന്ന പേരാണ് നീതീകരണം. കാര്യം എന്താ? someone has taken the judgment for us. Someone has already been a ransom for the punishment or for the guilt or for the sin or for the crime or for the sin that we have did. നമ്മൾ ചെയ്ത കുറ്റത്തിന് മറ്റാരോ ആ ശിക്ഷ ഏറ്റുവാങ്ങി. ദൈവത്തിൻ്റെ പ്രമാണം തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത്, the clear doctrines that God has declared that if a man has been convicted in sin, that the wrath of the sin is death. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് വളരെ വ്യക്തമായി ഓർപ്പിച്ചിരിക്കുമ്പോൾ, so the punishment is very clear that we would have been
declared as convicted and sinful and doomed into hell. നരകത്തിന് പോകാൻ നമ്മൾ ചാപ്പ കുത്തിയിരിക്കുന്നവരായിരുന്നു. But there happened a twist that someone has taken the pain and the guilt of our sin and took the punishment on behalf of us. That is Jesus Christ. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ യാഗമായി തീർന്നു. So that made us to be declared as justified. അത് നമ്മെ നീതീകരിക്കപ്പെട്ടവനായിട്ട് എന്ത് ചെയ്തു? കണക്കാക്കി. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളോ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇനി കരയേണ്ട കാര്യമുണ്ടോ? നമ്മൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഏറ്റവും വലിയ പ്രശംസ ഒരുക്കപ്പെട്ടത് ഈ ലോകത്തിൽ നൈമിഷികമായി നേരിടുന്ന ഒരു കഷ്ടതയോ പ്രയാസമോ ജോലിയില്ലായ്മയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളല്ല. അതിനപ്പുറത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു വകയുള്ളത്. പ്രൈസ് ഓൾ, ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു. ഒരു ചാൻസ് പോലും ഇല്ലാതിരുന്ന ഞാൻ I was been declared as justified. സോ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കഷ്ടതയൊന്നും എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് ഐ ക്യാൻ റിജോയ്സ് ബിക്കോസ് ഐ ഹാവ് ബീൻ ഡിക്ലെയർഡ് ആസ് ജസ്റ്റിഫൈഡ്. എന്നെ അടുത്തത് അതിനകത്ത് സന്തോഷിപ്പിച്ച ഒരു കാര്യം, അവർ പൊസിഷൻ ഈസ് ഡിക്ലെയർഡ് ആസ് ജസ്റ്റിഫൈഡ്. ബട്ട് സി ദ നെക്സ്റ്റ് വേർഡ്, അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ഇംഗ്ലീഷിൽ therefore having been justified by faith. The second thing that is more interesting, our position is described by faith. നമുക്കിത് സാധ്യമാകാനായിട്ട്, ഈ നീതീകരണം സാധ്യമാകാനായിട്ട്, അല്ലെങ്കിൽ ദൈവമക്കൾ എന്നുള്ള ബിലീവർ എന്നുള്ള പദവിക്ക് യോഗ്യരാകാനായി നമ്മളൊരു PSC ടെസ്റ്റ് എഴുതിയില്ല, നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വന്നില്ല, നമ്മൾ നമ്മുടെ കാര്യം പ്രൂവ് ചെയ്യാൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. വി were not gone under any examination so that we could be declared as justified. എനിക്കും നിനക്കും ഹല്ലേലൂയ നീതീകരിക്കപ്പെടാനായി there was no any means of test that we should undergo. Only one thing, just believe. അതല്ലേ അവിടെ വായിക്കുന്നത്, therefore having been justified by faith, not by our virtues, not by appearing any examination, not by appearing according to the credibilities, nothing, ഒന്നുമില്ല. നമ്മൾ നീതീകരിക്കപ്പെടാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ കർത്താവിനെ വിശ്വസിച്ചു. Praise the Lord. So God has made our justification program in such a very, very simple form that we need to only believe. ഓർത്തു നോക്കിക്കേ, യേശുവിനെ വിശ്വസിച്ചാൽ മതി. യേശു എൻ്റെ രക്ഷിതാവും രക്ഷകനുമാണെന്ന് വിശ്വസിക്ക മാത്രയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടവനായി എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാൻ കഴിയേണ്ടത്? നമുക്കതിനു വേണ്ടി പൈസ മുടക്കേണ്ടി വന്നില്ല, നമുക്കതിനു വേണ്ടി പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടി വന്നില്ല, മുട്ടയിലെഴയേണ്ടി വന്നിട്ടില്ല, ഉരുണ്ട് നടക്കേണ്ടി വന്നിട്ടില്ല, തീർത്ഥയാത്രകൾ നടത്തേണ്ടി വന്നിട്ടില്ല, നമുക്ക് പണം ചെലവാക്കേണ്ടി വന്നിട്ടില്ല, നമുക്ക് ഹോമങ്ങൾ നടത്തേണ്ടി വന്നിട്ടില്ല, പൂജകൾ നടത്തേണ്ടി വന്നില്ല, ഒരു കാര്യവും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് ഒറ്റ കാര്യം ചെയ്യേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. We need to just believe Jesus Christ. യേശുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. So that is really amazing. So our position as believers is described by a simple thing. Maybe that is a simple, but it contains a lot of significance. By faith. യേശുവിലുള്ള വിശ്വാസം, അതാണ് അതിൻ്റെ മാധുര്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മക്കളാകാനായി എനിക്ക് യേശുവിൽ വിശ്വസിക്കാൻ മാത്രമേ മതിയായി അല്ലെങ്കിൽ അത് മാത്രമേ വേണ്ടി വന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. So പൗലോസ് പറയുന്നു, we can rejoice in our tribulation because our position is declared, or our position as believer was declared justified, and our position was described by
എ സിമ്പിൾ തിങ് കോൾഡ് ഫെയ്ത്ത്. വിശ്വാസത്താൽ. പൗലോസിൻ്റെ വാക്കുകൾ എത്ര ശക്തമായി നമ്മെ രാത്രികാലം സന്തോഷിപ്പിക്കുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്, നമ്മെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. So the first thing that I just said, our position as believers make us to rejoice. Our position was declared as justified. Our position was described by faith. അടുത്ത കാര്യം നമ്മളിവിടെ കാണുന്നത് our possession as believers. We don't only have a position, but we have something as our possession. നമുക്ക് ചിലത് നമ്മുടേതായി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ we claim something as ours. ഒന്ന്, we have a position as believers. Secondly, we have something to claim as ours. നമ്മുടേതെന്ന് പറയാനായിട്ട് ചിലത് ദൈവം നമുക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യമാണ് പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, therefore having been justified by faith we have peace with God. So the first possession is we possess an acceptance in God. ദൈവം നമ്മെ അംഗീകരിച്ചു. മലയാളത്തിൽ വായിക്കും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. we have peace with God. ദൈവത്തോട് സമാധാനമുണ്ട്. അത് പറയുമ്പോൾ നമുക്കറിയാം, God was being really in a maybe he was very angry with his people. അല്ലേ? ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു അനുരഞ്ജനത്തിൽ വരാതെ നിന്ന കാലഘട്ടം, പഴയ നിയമ കാലഘട്ടം മുഴുവൻ നാം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആദാമ്യ വർഗം, the first parents, when they committed sin, that becomes the starting point of where God established a kind of maybe a kind of a time where he has dismantled the peace with every human being. എല്ലാ മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ സമാധാനം അവിടെ നഷ്ടപ്പെടുകയും നിത്യകോപത്തിൻ്റെ ഇരകളായി മാനവരാശി മാറുകയും ചെയ്തു. അതാണ് 5:9 വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വേദഭാഗം അല്ലെങ്കിൽ കൂടി ഞാനൊന്ന് വായിച്ചു വിടുകയാണ്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. സോ ഗോഡ് വാസ് ഇൻ ആങ്കർ വിത്ത് ഹിസ് പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തോട് വളരെ കോപിഷ്ഠനായിരുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത്വമില്ലാതെ, God has been made peace with us and God has been reconciled. The old enemies have been reconciled with God. പഴയ ശത്രുത്വം എന്ത് ചെയ്തു? ദൈവം ഇല്ലാതെയാക്കി. 1 കൊരിന്ത്യ ലേഖനം പ്രൈസ് ദി ലോർഡ് 2 കൊരിന്ത്യ ലേഖനം 5:18 വായിക്കുമ്പോൾ ദൈവത്തോടുള്ള ശത്രുത്വം നമുക്കില്ലാതെയായി എന്നവിടെ വായിക്കുന്നു. So God's wrath was turned away. ദൈവത്തിന് മനുഷ്യരോട് ഭയങ്കര കോപമായിരുന്നു. കാരണം എന്താണ്? ആദാമ്യവർഗം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരമായി ദൈവം ഏദനിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി. From the day itself there was a gap between God and human being. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു അകൽച്ചയുണ്ട്. പാപത്താൽ അവർ അകന്നു പോയി. So there was a period 2000 years or there was a period of 4000 years where God kept the wrath with his people. എന്നാൽ യേശുക്രിസ്തു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പരിണത ഫലമായി, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചത് മൂലമായി we have been reconciled with our God. ദൈവത്തോട് നമുക്കൊരു നിരപ്പ് വന്നു. We have got a reconciliation with our God. We established a peace with God. ദൈവത്തോട് നമുക്ക് ആ ശത്രുത്വം മാറി. Heaven is satisfied. സ്വർഗം
സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. കാരണം സ്വർഗം അന്ന് ഹല്ലേലൂയ ആദാം പാപം ചെയ്ത നിമിത്തം, ആദാമും ഹൗവയും പാപം ചെയ്ത നിമിത്തമായി ദൈവത്തിൻ്റെ പ്ലാനിലുള്ള മാനവരാശിയുടെ സകല പദ്ധതികളും നഷ്ടപ്പെട്ട് സ്വർഗം അസന്തുഷ്ടതയിൽ അല്ലെങ്കിൽ സന്തോഷിക്കാതെ ദൈവകോപത്തിന് ഇരകളായി മനുഷ്യർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അകന്നു പോയപ്പോൾ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പാകെ വന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം തൻ്റെ മധ്യസ്ഥതയിൽ, തൻ്റെ യാഗത്താൽ, തൻ്റെ മരണത്താൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയായി. വി ബിക്കം എ പീസ്ഫുൾ ഏജന്റ് വിത്ത് ഗോഡ്. സോ now our possession is that we are friends. We have been reconciled with God. നമ്മൾ ദൈവത്തോട് ഇനി നമുക്ക് ശത്രുത്വമില്ല. We are not no more than we are enemy with God. ദൈവത്തോട് എനിക്കിനിയും ഒരു ശത്രുത്വവുമില്ല. ദൈവവും ഞാനും വളരെ അടുത്ത സമാധാനത്തിലേക്കായി. So we possess an acceptance with God. Earlier we were disproved, we were disregarded in the sight of God. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടവരല്ലായിരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ത്യജിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതിന് മൂലമായി നമ്മൾക്ക് we have a right acceptance ഫ്രം ഗോഡ്. ദൈവത്തിൽ നമുക്ക് അംഗീകാരം കിട്ടി. അതെങ്ങനെ ചോദിച്ചാൽ ദൈവവും നാമും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയായിട്ട് അവിടെ ദൈവത്തോട് നിരപ്പുണ്ടായി, ദൈവത്തോട് സമാധാനമുണ്ടായി. There came a reconciliation. So we possess an acceptance that makes we as അല്ലെങ്കിൽ our possession as believers that again add on to the Paul's claim that a believer, a true believer can rejoice because നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്നേ. നേരത്തെ സമാധാനം ഇല്ലാതിരുന്നത് കൊണ്ട് we were in danger, but we now have an acceptance. ദൈവം എന്നെ അംഗീകരിച്ചു, ദൈവം എന്നെ ഉൾക്കൊണ്ടു. So that's why we can say എന്തൊക്കെ കഷ്ടം വന്നാലും I am related, I am the child of God because God has accepted me as my child, as his child. So we possess an acceptance. രണ്ടാമത്തെ കാര്യം, our possession as a believer is we have an access, we possess an access to God. അവിടെ വായിക്കുമ്പോൾ രണ്ടാമത്തെ വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. Through whom also we have obtained our introduction by faith into the grace in which we stand and we exult in the hope of the glory of God. Praise the Lord. Hallelujah. Through whom also we have obtained our introduction എന്നാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ പറയുന്നത്. എന്നാൽ മലയാളത്തിൽ വളരെ കൃത്യമായി പറയുന്നു, നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം. വി പൊസസ് ആൻ ആക്സസ് ടു ഗോഡ്. ദൈവത്തോട് നമുക്കൊരു ആക്സസ് ഉണ്ടായി. ഞാൻ ഒരിക്കലും രാത്രിയിലെ ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ദൈവത്തോട് വാസ്തവത്തിൽ ആക്സസ് ഇല്ലായിരുന്നു. വി വെർ നോട്ട് ഏബിൾ ടു ഹാവ് ആൻ ആക്സസ് ടു ഗോഡ് ബിക്കോസ് ഗോഡ് ഡസൻറ്റ് പെർമിറ്റ് എവ്രി വൺ ടു കം ഇൻ ടു ഹിസ് പ്രസൻസ്. എല്ലാവരെയും തൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് ദൈവം അനുവദിച്ചിരുന്നില്ല. മോശയോട് പറഞ്ഞപ്പോൾ, മോശ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ മോശയോട് ദൈവം സംസാരിക്കുന്നു, നിന്റെ ജനം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞാൻ ഇറങ്ങി വരുന്ന പർവ്വതത്തെ തൊടുക പോലും ചെയ്യരുത്. യു ആർ നോട്ട് അലൗഡ് ടു ടച്ച് ടു എ മൗണ്ടൻ വെർ ഐ ആം കമ്മിങ് ഡൗൺ. ഞാൻ വരുന്ന പർവ്വതത്തിൽ ഒരാൾ പോലും കയറരുത്, തൊടരുത്. കാരണം എന്താണ്? ദാറ്റ് ഈസ് എ മോസ്റ്റ് ഹോളി പ്ലേസ്. That is the most profound place where I am coming and no one is allowed to come into my presence. എൻ്റെ അടുത്തേക്ക് വരാൻ ആർക്കും അനുവാദമില്ല. മോശ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ദൈവത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ദൈവം അവൻ എന്ത് ചെയ്തില്ല? അവനെ ദൈവത്തെ കാണാൻ അനുവദിച്ചില്ല. We can see there are limitations which God has placed to exhibit himself to his people. അവനെ തന്നെ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് അല്ലെങ്കിൽ എത്താനായിട്ട് ദൈവം അനുവദിച്ചിരുന്നില്ല. There was limited access. മോശയ്ക്ക് ഹോരേ പർവ്വതത്തിൽ ചെന്ന്
പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടു. എന്നാൽ തൻ്റെ കൂടെ സഞ്ചരിച്ച ജനത്തിന് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, നമുക്കറിയാം സമാഗമന കൂടാരത്തിൻ്റെ സാഹചര്യത്തിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, ഷെക്കൈന, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന യഹോവയുടെ പെട്ടകം ഇരിക്കുന്ന ദ മോസ്റ്റ് ഹോളി പ്ലേസ്. In the tabernacle, we know there are 3 compartments. One is the outer courtyard and the holy place, and the third one is the most holy place, where once in a time, once in a year, a high priest can enter and see the real presence of the Lord. ഒരു മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രം ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരിടം. So there was a very limited, or even I would say there was no access for a person to come into the presence of the Lord. നമുക്കറിയാം യഹൂദന്മാരുടെ ഈ സിനഗോഗുകൾ, കൊച്ചി മട്ടാഞ്ചേരി പോയിട്ടുള്ളവർക്ക് അവിടെ പോവുകയാണെങ്കിൽ യഹൂദൻ്റെ സിനഗോഗ് നിങ്ങൾക്ക് പോയി സന്ദർശിക്കാൻ കഴിയും. There would be a court made outside maybe the top side of the synagogue. അവിടെ എന്തിനാ അത് വെച്ചേക്കെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് വന്ന് നിൽക്കാനുള്ള സ്ഥലമാണ്. യഹൂദന്മാരുടെ ദേവാലയത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചർച്ചിൽ നമ്മുടെ സഹോദരിമാരൊക്കെ വെളിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. എന്നെ കേൾക്കുന്ന സഹോദരിമാർ, നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ യു ആർ നോട്ട് അലൗഡ് ടു കം ഇൻസൈഡ് ദ ചർച്ച്. വേണമെങ്കിൽ ആ ജനൽ തുറന്ന് അതിനകത്തൂടെ ഇങ്ങനെ നോക്കാം അകത്ത് എന്താ നടക്കുന്നതെന്ന്. ഹൗ ഇറ്റ് വുഡ് ബി, എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. സിനഗോഗിന് മണ്ടയ്ക്ക് ഒരു ബാൽക്കണി വെച്ചിട്ടുണ്ട് മേളിൽ. അവിടെ ആ ബാൽക്കണിയിൽ വേണേൽ സ്ത്രീകൾക്ക് വന്നിരിക്കാം. ദേ ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ ടു ദാറ്റ് പ്ലേസ്. ഹെരോദാവിൻ്റെ ആലയത്തിൽ ഒരു സ്ത്രീയെ പോലും അകത്ത് കയറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഇറ്റ് വാസ് ഡിനൈഡ്. ആൻഡ് ഈവൻ ഫോർ ദ ജെൻറ്റൈൽസ്, ഈ ജാതികൾക്ക്, അതിൻ്റെ ജാതികൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കോർട്ട് അതിൻ്റെ വെളിയിൽ പണിതിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ നടക്കുന്ന, നമ്മൾ കൺവെൻഷൻ പന്തലിലൊക്കെ വെളിയിൽ പോയി നോക്കുന്നത് പോലെ അവർക്ക് വെളിയിൽ നിന്ന് ഇങ്ങനെ കാണാം. നോ വൺ വാസ് അലൗഡ്. ആർക്കും അതിനകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. പീപ്പിൾ വെർ റെസ്ട്രിക്റ്റഡ്. വിമൻ വെർ നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ ടു ദി ടെമ്പിൾ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് മൂലമാണ് ഇന്ന് നമുക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലേക്ക് വരാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യത്തിൽ, അവരുടെ നടുവിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സോ വി പൊസസ് ആൻ ആക്സസ് ടു അവർ ലോഡ്. നമ്മുടെ ദൈവത്തിന് അടുത്തേക്ക് പോകാൻ നമുക്ക് ഒരു ഉപാധിയും വേണ്ട, ഒരു അപ്പോയിൻമെൻറ്റും എടുക്കണ്ട. ദൈവമേ നിൻ്റെ അടുത്തോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കാൻ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഏത് നേരത്തും ഏത് സമയത്തും എവിടെയായാലും നമുക്ക് പ്രൈസ് ദി ലോർഡ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഐ ക്യാൻ ആക്സസ് മൈ ഗോഡ് വെയറെവർ ഐ ആം. ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ ദൈവത്തെ എനിക്ക് വിളിച്ചപേക്ഷിക്കാം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് എനിക്ക് വരാം. ഞാനൊരു ഓഫീസ് റൂമിലിരുന്നാലും, ഞാനൊരു വണ്ടിയിലിരുന്നാലും, ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഐ ഹാവ് ആൻ ആക്സസ് ടു മൈ ലോർഡ്. എൻ്റെ ദൈവത്തോട് എനിക്കൊരു വലിയ ആക്സസ് ഉണ്ട്. ഐ ഹാവ് എ എൻട്രൻസ്. എനിക്ക് പ്രവേശനം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അടുക്കൽ എപ്പം വേണേലും കയറി ചെല്ലാൻ നമുക്ക് അനുവാദമുണ്ടെങ്കിൽ അതിൽ പരമൊരു സന്തോഷം നമുക്കുണ്ടോ? കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഓണർ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പോസിബിലിറ്റി. അവിടെ നമുക്ക് നിരാശയുടെ അവസ്ഥയില്ല, അവിടെ അസാധ്യതകളില്ല, അവിടെ നമുക്ക് കാര്യം സാധിക്കാതിരിക്കുന്ന അവസ്ഥയില്ല. എന്തും നമുക്ക് വേണ്ടി നടക്കുന്ന ഒരിടമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ബിക്കോസ് ദർ ഈസ് നോ ഇമ്പോസിബിലിറ്റി ഇൻ ദി പ്ലേസ്, ഇൻ ദി പ്രസൻസ് ഓഫ് അവർ ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സാധിക്കത്തില്ല എന്ന് പറയുന്നൊരു സംഗതിയില്ല. അങ്ങനെയെങ്കിൽ ഏത് സമയത്തും പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ ഒരു ആക്സസ്, ഒരു പ്രവേശനം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ പൗലോസ് പറയാണ്, പിന്നെ ഈ കഷ്ടത എന്താ കുഴപ്പം, ഈ പ്രശ്നം എന്താ കുഴപ്പം? ഐ ഹാവ് ആക്സസ് ടു ദ ലോർഡ്. ദൈവം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡീൽ ചെയ്യാൻ ദൈവം കൂടെ ഉണ്ടല്ലോ.
അതുകൊണ്ട് എനിക്ക് എപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാമല്ലോ. പ്രശ്നം എന്തായാലും എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എപ്പോഴും അടുത്ത് ചെല്ലാമല്ലോ. സോ വൈ നീഡ് ടു വെറി അബൌട്ട് മൈ ട്രിബുലേഷൻസ്. എൻ്റെ പീഡനങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പീഡനങ്ങൾ നിമിത്തമായി കഷ്ടത നിമിത്തമായി ഞാൻ ദുഃഖിച്ചിരിക്കുന്നു. ഐ ജസ്റ്റ് റിജോയ്സ് ഇൻ മൈ ട്രിബുലേഷൻ ബിക്കോസ് ഐ ഹാവ് മൈ ലോർഡ് വെരി നിയർ ആൻഡ് ഐ ആം very happy that I can be always access my God. So we possess an access to our living Lord. Praise the Lord. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ് നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാം. ഒരിക്കൽ ഒരു ബാലകൻ ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിൽ നിന്നിട്ട് തനിക്ക് ആ കൊട്ടാരത്തിനകത്തെ രാജാവിനെ ഒന്ന് കണ്ടിട്ട് തനിക്കൊന്ന് രാജാവിനെ കാണണം. രാവിലെ ഞാൻ ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ വലിയ പടയാളികൾ കൂർത്തും നിൽക്കുന്ന കുന്തം വെച്ചിട്ട് തടഞ്ഞ് അവനോട് പറഞ്ഞു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കൊട്ടാരത്തിലേക്ക് പോകണം. പറഞ്ഞു, നിനക്ക് കൊട്ടാരത്തിൽ വരാൻ പറ്റത്തില്ല. യു ഡോണ്ട് ഹാവ് എ പെർമിഷൻ ടു എൻ്റർ ഇൻ ടു ദിസ് പാലസ്. അവൻ വളരെ ദുഃഖിച്ച് കുറേ നേരം അവിടെ നിന്ന് പല ആവർത്തി തനിക്ക് അതിനകത്ത് പ്രവേശിക്കാനായിട്ട് തനിക്ക് ശ്രമം നടത്തി. ആരും തന്നെ അനുവദിച്ചില്ല അതിനകത്ത് വരാനായിട്ട്. അപ്പോൾ ഒരു സുമുഖനായ ഒരു വ്യക്തി തൻ്റെ അടുക്കലേക്ക് വന്നിട്ട് തൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പ്രശ്നം എന്താണ് നിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് ഇതിനകത്തിരിക്കുന്ന കൊട്ടാരത്തിലിരിക്കുന്ന രാജാവിനെ ഒന്ന് മുഖം കാണണം, തന്നെ എൻ്റെ കാര്യം ആ രാജാവിനോടൊന്ന് പറയണം, എനിക്ക് രാജാവിൻ്റെ അടുത്തേക്കൊന്ന് പോകണം. ഈ ചെറിയ മകൻ്റെ ആഗ്രഹം കണ്ടപ്പോൾ ഈ സുമുഖനായ വ്യക്തി പറഞ്ഞു, ബാ നമുക്കന്ന് അങ്ങോട്ട് പോകാം. ഈ വലിയ വ്യക്തി ഈ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് മുമ്പോട്ട് നടന്നു നീങ്ങിയപ്പോൾ മുമ്പ് തൻ്റെ പടയാളികൾ കുന്തം കൊണ്ട് തടഞ്ഞു നിർത്തിയതായ പടയാളികൾ അറ്റൻഷനായിട്ട് രണ്ട് സൈഡിലേക്ക് മാറി നിന്നിട്ട് വാതിൽ തുറന്നിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അവരെ സ്വാഗതം ചെയ്തു. അങ്ങനെ ഈ കൊച്ചുമകനും ഈ പുരുഷനും ഈ വ്യക്തിയും കൂടെ തൻ്റെ ഈ കൊച്ചുമകൻ്റെ കൈയും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ആ കൊട്ടാരത്തിൻ്റെ വലിയ ഇരുമ്പ് വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അവർ അകത്തേക്ക് നടക്കുമ്പോൾ ഓരോ പടയാളികളും അവരുടെ മുമ്പിൽ വണങ്ങി അവർ പോവുകയാണ്. അങ്ങനെ അവർ നടന്ന് പ്രധാന കൊട്ടാരത്തിൻ്റെ രാജാവിരിക്കുന്ന സദസ്സിൻ്റെ വാതിൽ പടയാളികൾ തുറന്നു കൊടുത്തപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവരതിൻ്റെ നടുക്കൂടെ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇതാ നീ കാണാൻ ആഗ്രഹിച്ച രാജാവ് അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു, നീ ചെന്ന് രാജാവിനെ മുഖം കാണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ മകൻ രാജാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ തന്നെ കൊണ്ടുവന്ന വ്യക്തിയോട് ചോദിച്ചു, നീ ആരാണ് ഈ രാജാവിൻ്റെ അടുത്തേക്ക് എന്നെ ഇത്ര വളരെ സിമ്പിളായിട്ട് വളരെ ഒരു ആയാസവും ഇല്ലാതെ എന്നെ എത്തിക്കാനായിട്ട് നിനക്ക് സാധിച്ചത് എങ്ങനെയാണ്? നിനക്ക് എങ്ങനെ ഇത് കഴിഞ്ഞു? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജകുമാരനാണ്. അതാണ് വെയിൽസിലെ രാജകുമാരനായിരുന്നു ഈ വ്യക്തി. താൻ പറഞ്ഞു, എനിക്ക് രാജകൊട്ടാരത്തിലേക്ക് വരാൻ ആരുടെയും അനുവാദമില്ല, അതുകൊണ്ട് നിന്നെ എനിക്ക് ധൈര്യമായിട്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ആക്സസ് ഇല്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവാകുന്ന തൻ്റെ പുത്രൻ പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എപ്പോഴും ചെന്നെത്താനായിട്ട് കഴിഞ്ഞു. സോ പ്രൈസ് ദി ലോർഡ്, അവർ പൊസഷൻ ആസ് വി പൊസസ് ആൻ ആക്സസ് ടു ദി ലോർഡ്. മൂന്നാമത്തെ, അവർ പൊസഷൻ ആസ് ബിലീവേഴ്സ് വി പൊസസ് ആൻ അഷ്വറൻസ്. എന്താണെന്നറിയാമോ? രണ്ടാമത്തെ വാക്യം വായിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. The faith I stand, praise the Lord, the grace in which we stand. നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ കർത്താവ് ദൈവം ഇവിടെ ഒരു അഷ്വറൻസ് കൊടുക്കുകയാണ്. യുവർ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് യുവർ സാൽവേഷൻ വുഡ് നോട്ട് ബി മൂവ്ഡ് ഫ്രം യു ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഓൺ എ ഗ്രേസ്. ഈ സ്റ്റാൻഡ് എന്ന് പറയുന്ന പദം, നിൽക്കുക എന്ന് പറയുന്ന പദം, ഇറ്റ് ഷോസ് എ വെരി കൺഫേംഡ്, ഡിറ്റർമൈൻഡ് ആൻഡ് എ സ്ട്രോങ് ഹോൾഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പൊസിഷൻ. ഞാൻ നിൽക്കുന്നത് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് വേറെ ഏതെങ്കിലും പദമാണ് അവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ
ദാറ്റ് കുഡ് ഹാവ് നോട്ട് മെൻറ്റ് ഇൻ ദാറ്റ് സെൻസ്. അങ്ങനെ ഒരു സെൻസിൽ നമുക്കതിനെ വിളിക്കാൻ കഴിയില്ല. എന്നാൽ അവിടെ പറയുന്ന പദം വളരെ കൃത്യമാണ്. നാം ഈ നിൽക്കുന്ന ദ വെരി ഗ്രേസ് വെയർ വി സ്റ്റാൻഡ്, ഇറ്റ്സ് വെരി ഫേം, ഇറ്റ് ഈസ് വെരി കൺഫേംഡ്. അത് വളരെ ഉറപ്പുള്ളതാണ്. അപ്പോൾ ഞാനും നീയും പ്രാപിച്ച രക്ഷ എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും തട്ടിയാൽ താഴെ പോകുന്നതല്ല. ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന വീണ്ടെടുപ്പെന്ന് പറയുന്നത് ആരെങ്കിലും വന്ന് എടുത്തു കളയാൻ പറ്റുന്നതല്ല. ഞാനും നീയും പ്രാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നീതീകരണം, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന നീതീകരണം, പ്രൈസ് ദി ലോർഡ്, അതാർക്കും തട്ടി മാറ്റാൻ കഴിയത്തില്ല, സ്നാച്ച് ചെയ്യാൻ കഴിയത്തില്ല, പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. കാരണം വി സ്റ്റാൻഡ് ഇൻ എ വെരി ഫേം ഫൗണ്ടേഷൻ ഓഫ് ഗ്രേസ്. കൃപയുടെ വലിയ ഒരു പദവിയിലാണ് നാം അവിടെ നിൽക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടാവും. ദർ വുഡ് ബി ടൈം വെൻ വി ഡിനൈ ഹിം. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ when Patros was ready to accept his failure, തൻ്റെ തെറ്റേറ്റ് പറയാൻ കഴിഞ്ഞപ്പോൾ അവിടെ വ്യാപരിച്ചൊരു കൃപയുണ്ടല്ലോ, ആ കൃപ അവനെ മടക്കി വരുത്തി. Praise the Lord. There would be some time when we can hold on that what we believe, but there can be a coming back, ഒരു തിരിച്ചു വരവിനുള്ള സാധ്യതയുണ്ട്. There would be a chance where we would commit sin after we have been justified. എന്നാൽ അവിടെയെല്ലാം മാനസാന്തരപ്പെട്ട് യഥാസ്ഥാപനപ്പെട്ട് മടങ്ങി വരാനുള്ള സ്കോപ്പ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് we have an assurance in grace. നാം നിൽക്കുന്ന ഈ കൃപ gives a clear assurance that our justification is firm. നമ്മുടെ നീതീകരണം വളരെ ഉറച്ചതാണ്. ആർക്കും അതിനെ തകർക്കാനായിട്ട് കഴിയുകയില്ല, ആർക്കും അതിനെ ഉടയ്ക്കാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ തെറ്റ് ചെയ്ത് പിന്മാറിപ്പോയാലും, പ്രൈസ് ദി ലോർഡ്, നമുക്ക് മടങ്ങി വരാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ബിക്കോസ് ദ ഗ്രേസ് ഈസ് വെരി സ്ട്രോങ്. നാം നിൽക്കുന്ന കൃപ നമ്മെ വീണ്ടും ശക്തിയോടെ ദൈവം മുമ്പാകെ നിർത്താനായിട്ട് കഴിയും. സോ 3 things that we possess. Number 1, we possess an acceptance. That means we have been reconciled with God. We have entered into a peace with the Lord. We have been under the wrath of the Lord, but God maintained had a reconciliation through Jesus Christ. We possess an access. Hallelujah. നമുക്ക് നേരത്തെ we don't had an access to the Lord because God did not permit, Lord did not allow anyone to come into his presence like any others. But now God has enabled everyone, and even he made more simplified the requirement. God says, if 2 or 3 gather in my name, I would be in your midst. ഞാൻ അങ്ങോട്ടങ്ങ് വന്നേക്കാം. യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് എവിടെ പോയി ദൈവത്തെ അന്വേഷിച്ചു, വേണ്ട. എവിടെ ആയിരിക്കുന്നു അവിടെ ഞാൻ അങ്ങോട്ട് വരാം. സോ വി ഹാവ് എ ഈസി ആക്സസ് ടു അവർ ലോഡ്, ആൻഡ് വി ഹാവ് എൻ അഷുറൻസ് ദാറ്റ് വി സ്റ്റാൻഡ് ഇൻ ദി ഗ്രേസ്. ദാറ്റ് മീൻസ് വി ഹാവ് എ റൈറ്റ് പൊസഷൻ ആസ് ബിലീവേഴ്സ്. 2 കാര്യങ്ങൾ ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞു. വി ഹാവ് ബീൻ our position as believers make us to rejoice in our tribulation. Our possession, praise the Lord, as believers make us to rejoice in the tribulation. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താനായിട്ട് പോവുകയാണ്. Our privilege as believers. Our position, our possession, our privilege. എന്താണ് നമ്മുടെ പ്രിവിലേജ്? ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ട് എനിക്കത് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുത്തു. അവിടെ വായിക്കുന്ന 3-ാമത്തെ വാക്യം, അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. സോ ഗോഡ് ഗീവ് സം പ്രിവിലേജ് ആസ് ബീങ് എ ബിലീവർ. അതിൽ ഒന്നാമത്തെ കാര്യം, ഇറ്റ്സ് വെരി ഐ വുഡ് സേ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്
in what we have seen. Our God given a privilege for believer to rejoice in troubles. പ്രിയപ്പെട്ടവരെ, കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു കൂട്ടർ ഈ ലോകത്തിലുള്ളത് ആരാന്നറിയാമോ? നമ്മൾ വിശ്വാസികളാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഒരു മനുഷ്യനും കഷ്ടത വന്നാൽ അതിലകത്ത് സാരമില്ല, ദൈവഹിതമായിക്കൊള്ളട്ടെ, ദൈവഹിതപ്രകാരം നടക്കട്ടെ, ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ ഇത് നഷ്ടപ്പെട്ടാലും സാരമില്ല, പോയാലും സാരമില്ല, മക്കൾ ലഭിച്ചില്ലേലും ദൈവം എന്നെ ബലപ്പെടുത്തും, ജോലി കിട്ടിയില്ലേലും ദൈവം എന്നെ സഹായിക്കും, ദൈവത്തിനാൽ ഞാൻ ആശ്രയിക്കും, ദൈവം അതിന് വഴി ഒരുക്കിയിട്ടുണ്ട്. നോക്കിക്കേ, ഇത് ഏതെങ്കിലും ഒരു ലോക മനുഷ്യർക്ക് പറയാൻ കഴിയുന്ന കാര്യമാണോ? അവർ നിരാശപ്പെട്ട് പല പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, പല പല വിഷയങ്ങൾ, ഫാമിലി പ്രോബ്ലംസിൽ എത്തപ്പെട്ട്, ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ എത്തപ്പെട്ട്, പലവിധമായ പ്രശ്നങ്ങളിലൂടെ, ഹല്ലേലൂയ, വളരെ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി, പ്രൈസ് ദി ലോർഡ്, മാനസിക വേദനകളിലൂടെ കടന്നുപോയി, അതിന് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട നിലയിലേക്ക് ആളുകൾ മാറ്റപ്പെടുമ്പോൾ വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു എക്സ്ട്രാ പ്രിവിലേജ്, കഷ്ടം വന്നാലും പ്രശ്നം വന്നാലും വി ഹാവ് ആൻ എബിലിറ്റി ടു റിജോയ്സ് in the midst of our troubles. അതൊരു കഴിവാണ്, അതൊരു പ്രിവിലേജാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം കഷ്ടത വന്നാൽ വാടിപ്പോകാതെ, കഷ്ടത വന്നപ്പോൾ നിരാശപ്പെട്ടു പോകാതെ, ദൈവത്തിൽ ഉറച്ചിരിപ്പാനായി ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു എബിലിറ്റിയാണ്. സോ ദ എബിലിറ്റി ടു റിജോയ്സ് ഇൻ ട്രബിൾ, ദാറ്റ് ഈസ് എ പ്രിവിലേജ്. എത്ര കഷ്ടം വന്നാലും ഇല്ല, സാരമില്ല, ദൈവം എന്നെ പുലർത്തുമെന്നുള്ള ആ ഒരു ധൈര്യം ഇത് എവിടെ നിന്ന് വരുന്ന? അത് ദൈവം നമുക്ക് തരുന്ന ധൈര്യമാണ്. ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ധൈര്യമാണ്. ദാറ്റ് ഈസ് എ പ്രിവിലേജ് ദാറ്റ് വി ക്യാൻ എൻജോയ് ഇൻ ലോർഡ്. ദോ there are problems, though there are different kind of tribulations, but God has given a special ability for a believer to rejoice in that ability to rejoice in the troublesome situations. ഈ ലോകത്തിൽ അവിടെ നോക്കിക്കേ, അത് ഞാൻ പറയുന്നത് വെറും ഒരു ഊഹാപോഹത്തിലല്ല. പൗലോസ് വളരെ കൃത്യമായി പറയുകയാണ്, നാം കഷ്ടങ്ങളിലും അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്. That word is very significant in English. And not only this, but also we exult in our tribulation, knowing that tribulation brings about perseverance, and perseverance proven character, and the proven character hope. ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോയിങ് ദറ്റ്, ഞാൻ അറിയുന്നു. ഏതാ? കഷ്ടത വന്നാൽ എന്ത് വിട്ടും സഹിഷ്ണുത വരും. സഹിഷ്ണുത നിലനിർത്തിയാൽ എന്തുണ്ടാവും? സിദ്ധത, പ്രൂവൻ ക്യാരക്ടർ ആവും. ഇഫ് ഐ സസ്റ്റെയിൻ ടു ദാറ്റ് ക്യാരക്ടർ, ദർ ഈസ് എ ഹോപ്പ് അറ്റ് ദി എൻഡ്. I know. So the ability to rejoice, to know that trouble is not going to end my life. പ്രശ്നം ഇത് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. I know that there is a hope. I know that there is a eternal hope for me. Praise the Lord. So the believers have an ability to rejoice in the trouble. And secondly, the ability to recognize the troubles. എങ്ങനെയാ അത് തിരിച്ചറിയുന്നത്? അതായത് ഒരു വിശ്വാസിക്ക് തിരിച്ചറിയാൻ കഴിയും, അതായത് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നാൽ ഇറ്റ് വിൽ ലീഡ് ടു മേക്ക് മീ ഇൻടു എ എൻഡുറൻസ്. അത് സഹിക്കാനുള്ള ഒരു തലത്തിലേക്ക്, ഒരു പ്രോഗ്രഷനിലേക്ക് വരും. ഇഫ് ഐ ഹാവ് എ പെർസീവറൻസ് ഓൺ ദാറ്റ് വിൽ ക്രിയേറ്റ് എ എക്സ്പീരിയൻസ് ഇൻ മീ ദാറ്റ് ഐ വുഡ് ബി എ person who has been proven my character under this trouble. അതിൻ്റെ ഒരു പ്രോഗ്രഷനാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കഷ്ടത വന്നാൽ എന്ത് ചെയ്യും? I would be a person who will be able to perceive it. അതിനെ സഹിക്കുന്നവനാക്കി മാറ്റും. സഹിച്ചാലോ എന്ത് പറ്റും? ആ സഹിഷ്ണുത എൻ്റെ ജീവിതത്തിൽ അതെന്നെ സിദ്ധത, that becomes a quality, a character of me. എൻ്റെ ജീവിതത്തിലെ കഷ്ടത എൻ്റെ ജീവിതത്തിൽ എന്നെ താഴെ ഇടുകയല്ല. ദാറ്റ് മേക്സ് മീ മോർ കോൺഫിഡൻറ്റ് ആൻഡ് ക്രിയേറ്റ് എ ക്യാരക്ടർ ഇൻ മീ. ആൻഡ് ദാറ്റ് ക്യാരക്ടർ eventually leads to a hope
That means I would be more confident. I would be more confident in my experience of my disappointments, discouragements. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുംതോറും ഞാൻ പ്രത്യാശയിൽ അങ്ങ് വർദ്ധിച്ചു വരും. അതാണ് പറയുന്നത്, കഷ്ടത സിദ്ധതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. സോ ഇറ്റ് ഈസ് ഗ്രാഫ് മേലോട്ടാ പോകുന്നത്. ഒരു കഷ്ടത വന്നാൽ അടുത്തത് ദാറ്റ് ബിക്കംസ് എ മൈ പെർസീവറൻസ്. അത് സഹിക്കാനുള്ള തൻ്റെ ഇടമാവും. അത് തൻ്റെ ഇടമായി കഴിയുമ്പോൾ പിന്നെ അതെൻ്റെ സ്വഭാവമാവും. ആ സ്വഭാവം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ഒരു വലിയ കോൺഫിഡൻ്റ്, ഒരു പ്രത്യാശയായി മാറും. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് ഈസ് എൻ എബിലിറ്റി ടു റെക്കഗ്നൈസ് അവർ ട്രബിൾസ് that eventually leads into a much more confident level of hope. അവസാനമായി, അതുകൊണ്ടാണ് ബൈബിളിലെ പല കഥാപാത്രങ്ങളെ നമ്മൾ കാണുമ്പോൾ അബ്രഹാമിനോട് ചോദിച്ചാൽ ഐ ഹാവ് എ മോറിയ ദാറ്റ് ബിൽഡ് മൈ കോൺഫിഡൻസ്. ജേക്കബിനോട് പറഞ്ഞാൽ ഒരു ബെതേലുണ്ട്, ഒരു മരുഭൂമിയിൽ കല്ല് തലയണയായി വെച്ച ഒരു സമയമുണ്ട്. ദാറ്റ് ബ്രോട്ട് മീ എ കോൺഫിഡൻറ്റ്. യോസെഫിനോട് ചോദിച്ചാൽ പറയും, അല്ല അതെ, മിസ്രൈമ്യരുടെ കാരാഗ്രഹമുണ്ട്, ദാറ്റ് മെയ്ഡ് മീ മോർ കോൺഫിഡൻറ്റ്. മോശയോട് ചോദിച്ചാൽ പറയും, മരുഭൂമിയിൽ ഉലഞ്ഞ് നടന്നത്, മിദ്യാനിലെ മരുഭൂമിയിൽ നടന്നത്, ദാറ്റ് ക്രിയേറ്റഡ് എ കോൺഫിഡൻറ്റ് ഇൻ മീ. 3 ബാലകന്മാരോട് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ, തീച്ചൂള, ദാറ്റ് മെയ്ഡ് മീ എ കോൺഫിഡൻസ്. ദാനിയേലിനോട് ചോദിച്ചാൽ പറയും, അല്ല, സിംഹക്കുഴി എന്നെ കോൺഫിഡൻ്റ് ആക്കി. പത്രോസിനോട് ചോദിച്ചാൽ പറയും, 3 വട്ടം തള്ളിപ്പറഞ്ഞ ഒരുവനാണ് ഈ പറയുന്ന പത്രോസ് പറയാണില്ല, എന്നെ ദൈവം തള്ളിക്കളഞ്ഞില്ല, അവൻ എന്നെ ഉയർത്തി. യോഹന്നാനോട് പറഞ്ഞാൽ പറയും, പത്മോസിൽ എല്ലാവരും ചെന്നാൽ മരിച്ചേ തിരിച്ചു വരത്തുള്ളൂ, എന്നാൽ പ്രൈസ് ദി ലോർഡ് എന്നെ ജീവനോടെ മാറ്റിയത്. ദാറ്റ് ട്രിബുലേഷൻസ് ക്രിയേറ്റഡ് എ കോൺഫിഡൻസ് ഇൻ മീ. അവസാനമായി, ദി എബിലിറ്റി ടു റെസ്റ്റ് ഇൻ അവർ ട്രബിൾസ്. അതൊരു പ്രിവിലേജാണ്. അതേ പ്രിവിലേജ് എങ്ങനെയാണ് ലഭിക്കുന്നത് അറിയാമോ? 5-ാം വാക്യം വായിച്ച് നിർത്തുന്നത് ഇങ്ങനെയാണ്: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് വി ഹാവ് എൻ എബിലിറ്റി ടു റെസ്റ്റ് ഇൻ അവർ ട്രബിൾസ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടത് കൊണ്ടാണോ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്? ആർക്കെങ്കിലും അങ്ങനൊരു അവകാശവാദം പറയാൻ കഴിയുമെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നവും തീർന്നിരിക്കുന്നു, ഒരു വിഷയവുമില്ല. അങ്ങനെ ആർക്കെങ്കിലും ഇന്ന് അവകാശപ്പെടാൻ കഴിയും? ഇല്ല. നമുക്കൊന്നല്ല, മറ്റു പല നിലകളിൽ നമ്മളെല്ലാം ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ നമ്മൾ വാടിയവരായി മാറുന്നില്ല, നമ്മൾ നിരാശപ്പെടുന്നില്ല, ദുഃഖിതരായി തീരുന്നില്ല, ഒരു മുഴം കയറിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. കാരണം എന്താണ്? വി ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. ഹി വിൽ പ്രൊട്ടക്ട്, ഹി വിൽ ടേക്ക് കെയർ, ഹി വിൽ ഡു വാട്ട് എവർ ഐ നീഡ് ഇൻ മൈ ലൈഫ്. ഒരു കെയർ ടേക്കറിനെ പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് റിലാക്സ്, റെസ്റ്റ് ഇൻ അവർ ട്രബിൾസ്. നമുക്ക് ഒത്തിരി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാക്കാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ത്രോ അവേ യുവർ ട്രബിൾസ്. കഷ്ടങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഈ വചനത്തിലൂടെയും സംസാരിക്കുന്നത്. നാം ഒരുപക്ഷെ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരി വകയുണ്ട്. ആസ് അവർ പൊസിഷൻ ആസ് ബിലീവർ, വി ഹാവ് എ പൊസിഷൻ which was declared as justified. We had a position that which is described by faith. And we have a, praise the Lord, we have our possession as believers. What is the real possession? We possess the acceptance. We possess the access to the Lord. We possess an assurance through the grace. And our privilege as believers, we are able to rejoice in trouble. We are able to recognize our troubles. We are able to rest in our troubles through the help of Holy Spirit. പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ഈ വചനങ്ങൾ നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. സ്വർഗീയ പിതാവേ, കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വളരെ ആഴത്തിൽ പതിക്കാൻ ഇടയാക്കണമേ. ഒരു ദൈവവചന പഠനമായിരുന്നെങ്കിൽ കൂടിയും ദൈവത്തിൻ്റെ ആത്മാവ് ഇതിലൂടെ സംസാരിച്ചതിനായിട്ടും സ്തോത്രം. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ടതായ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും വലിയ ഹല്ലേലൂയ ഒരു വിടുതലിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്